മെട്രിക്സസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അവ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ കോസ് എക്സ് മെട്രിക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ഇങ്ങനെ മെട്രിക്സ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഈ എല്ലാം കഴിഞ്ഞ് ഇവിടെ കോസ് കഴിഞ്ഞ് എക്സ്, സൈൻ കഴിഞ്ഞ് എക്സ്, കോസ് കഴിഞ്ഞ് എക്സ് ഇങ്ങനെ വരും. അപ്പോൾ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് വൈ മൈനസ് സൈൻ വൈ 0 സൈൻ വൈ കോസ് വൈ 0 0 0 1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് എക്സ് കാണുന്നതല്ല എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് പ്ലസ് വൈ ഇങ്ങനെ ആണ് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് അത് റൈറ്റ് സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ആദ്യമേ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ആണ്. അപ്പോൾ നമ്മളിനി എഫ് ഓഫ് വൈ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് കാണുന്നിടത്തും എഫ് ഓഫ് വൈ എഴുതുമ്പോൾ എക്സ് കാണുന്നിടത്ത് വൈ എഴുതുക. അപ്പോൾ കോസ് വൈ മൈനസ് സൈൻ വൈ 0, ഇവിടെ സൈൻ വൈ കോസ് വൈ 0 0 0 1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ മെട്രിക്സ് രണ്ടെണ്ണം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് പഠിച്ചു. നമുക്കതിൻ്റെ ഇവിടെ രണ്ടും ഒരേ ഓർഡറിലുള്ള മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രോഡക്റ്റ് ഞാനൊന്ന് എഴുതിയാൽ നമ്മൾ ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ ഫസ്റ്റ് റോ തേർഡ് കോളം. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതും 3/3 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മുടെ ആൻസറും ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിന്ന് എഴുതാം? കോസ് എക്സ് കോസ് വൈ ആദ്യത്തെ റോയാണ്. കോസ് എക്സ് കോസ് വൈ, പിന്നെ ആദ്യത്തെ റോയിൽ നമ്മൾ എഴുതുകയാണ്. പിന്നെ അടുത്ത എലമെന്റ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് 0 0 ഞാൻ എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 3/3 മെട്രിക്സിലെ ഒരു എലമെന്റ് ആയി. ഇനി രണ്ട് എലമെന്റ് കൂടെ നമുക്ക് വേണം. അപ്പോൾ എന്താണ്? നമ്മൾ ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തു. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് 0 എന്ന് എഴുതി. അടുത്ത രണ്ടാമത്തെ എലമെന്റ് നമ്മൾ എഴുതുകയാണ്. ഈ ഫസ്റ്റ് റോ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ, ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് സൈൻ വൈ, പിന്നെ മൈനസ് സൈൻ എക്സ് കോസ് വൈ, പിന്നെ അടുത്ത 0 ഇൻറ്റു 0 0 നമ്മൾ എഴുതുന്നില്ല. അടുത്ത ഫസ്റ്റ് റോ തേർഡ് കോളം എഴുതാം. അത് നമുക്ക് ഇവിടെ എഴുതാം. ഇപ്പോൾ കോസ് എക്സ് ഇൻറ്റു 0 0 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0. അപ്പോൾ എല്ലാം കൂടെ സം ചെയ്യുമ്പോഴും നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ ഇത് ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, ഇത് തേർഡ് എലമെൻറ്റ്. ഇതുപോലെ നമുക്ക് ഇനിയൊരു 6 എലമെൻറ്റ് കൂടെ നമുക്ക് ഇവിടെ എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സൈൻ എക്സ് കോസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ പ്ലസ് 0. അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളം എടുക്കുക. മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ പ്ലസ് എന്താണ്? ഇവിടെ 0 വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 0 പ്ലസ് 0 എന്ന് വരും. അത് നമ്മൾ എഴുതിയില്ല. അടുത്തത് മൂന്നാമത്തെ കോളം എടുക്കുക. അതായത് ഇവിടുത്തെ സെക്കൻഡ് റോ ഇവിടുത്തെ മൂന്നാമത്തെ കോളം സൈൻ എക്സ് ഇൻറ്റു 0 0 കോസ് എക്സ് ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0. അപ്പോൾ അടുത്ത എലമെൻറ്റ് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് റോയായി. ഇനി അടുത്ത മൂന്നാമത്തെ റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു കോസ് വൈ 0 പ്ലസ് 0 ഇൻറ്റു സൈൻ വൈ 0 പ്ലസ് 1 ഇൻറ്റു 0 0. അപ്പോൾ ഇത്രത്തിന് ഒരു ഫസ്റ്റ് എലമെൻറ്റ് 0 കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഈ തേർഡ് റോയും സെക്കൻഡ് കോളം കൂടെ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ 0 0 പ്ലസ് 0 എന്ന് വരും. അപ്പോൾ ഈ എലമെൻറ്റ് 0 എന്ന് വരും. ഇവിടെ സൈൻ വൈ ഇച്ചിരി നീക്കി എഴുതുകയാണ്.
അടുത്തത് തേർഡ് റോ തേർഡ് കോളമാണ്. 0 × 0 0, 0 × 0 0 × 1 ആണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സൂക്ഷിച്ച് തന്നെ എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് cos x cos y, ഇവിടെ y ഉണ്ട്, cos x cos y മൈനസ് sin x sin y എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. cos x cos y മൈനസ് sin x sin y. ഇവിടെ രണ്ട് മൈനസ് ഉള്ളത് ഞാൻ മൈനസ് വെളിയിലെടുക്കുകയാണ്. മൈനസ് വെളിയിലെടുത്താൽ നമുക്ക് sin x cos y പ്ലസ് cos x sin y. അത് കുറച്ചുകൂടെ ഞാനിപ്പോൾ നീക്കി എഴുതാം. 3 എലമെൻ്റ് നമുക്കിവിടെ എഴുതാനായിട്ട് ഇവിടെ ആയിട്ട് ഞാൻ എഴുതുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. cos x cos y മൈനസ് sin x sin y. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് മൈനസ് വെളിയിലെടുത്തു. അടുത്ത എലമെൻ്റായിട്ട് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് sin x cos y പ്ലസ് cos x sin y. അടുത്ത് 0 എന്ന് പറയുന്ന എലമെൻ്റ് നമ്മളിവിടെ എഴുതും. നമുക്ക് ഇങ്ങനെയാണ് മെട്രിക്സ് വരുന്നത്. അടുത്ത് നമുക്കിവിടെ നോക്കാം. sin x cos y പ്ലസ് cos x sin y. അടുത്തായിട്ട് നമുക്ക് cos x cos y പ്ലസ് നമ്മൾ ആദ്യം എഴുതിയാൽ cos x cos y മൈനസ് sin x sin y. അടുത്ത എലമെന്റ് 0 ഇവിടെ എഴുതി. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അടുത്ത നമുക്ക് 0 0 1 ഉണ്ട്. ഇത്രയുമാണ് മെട്രിക്സ് വരുന്നത്, മെട്രിക്സിൻ്റെ എലമെന്റ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. cos a plus b is equal to cos a cos b minus sin a sin b. sin a plus b എഴുതുന്നത് എങ്ങനെയാണ്? sin a cos b പ്ലസ് cos a sin b. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ നോക്കിയാൽ cos x cos y മൈനസ് sin x sin y. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ ഒരു മെട്രിക്സിനെ നമുക്ക് cos x plus y എന്നാണ്. അടുത്തത് ഇവിടെ ഒരു മൈനസ് വെളിയിലുണ്ട്. ആ മൈനസ് ഇങ്ങോട്ട് എഴുതി. മൈനസ് ബ്രാക്കറ്റിനകത്ത് നോക്കിയാൽ sin x cos y പ്ലസ് cos x sin y. sin a cos b പ്ലസ് cos a sin b എന്ന് പറഞ്ഞാൽ എന്താ? sin a പ്ലസ് b ആണ്. അപ്പോൾ ഈ മൈനസിനകത്തുള്ള ക്വാണ്ടിറ്റി sin x പ്ലസ് y ആണ്. പിന്നെ അങ്ങനെ ഏറ്റവും 0 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. ഞാൻ ഇടയിൽ അതിനുള്ള ചെറുതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത നമുക്കിത് നോക്കാം. sin x cos y പ്ലസ് cos x sin y. എന്താണ് sin x cos y? sin a cos b പ്ലസ് cos a sin b എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി sin x പ്ലസ് y ആണ്. അടുത്തത് ഇവിടെ നോക്കിയപ്പോൾ എന്താ? cos a cos b മൈനസ് sin a sin b എന്നുള്ള ഫോമിലാണ്. cos a cos b മൈനസ് sin a sin b എന്നുള്ള ഫോമിലാണ്. അത് നമുക്ക് cos a പ്ലസ് b എന്ന് എഴുതാം. ഇവിടെ എക്സും വൈ ആയതുകൊണ്ട് cos x പ്ലസ് y എന്ന് നമ്മൾ അങ്ങ് എഴുതി. പിന്നെ അങ്ങേ അറ്റത്ത് 0 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഒരു 0, ഇവിടെ 1 ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ cos, ഇവിടെ മൈനസ് sin 0, ഇവിടെ sin cos 0 0 0 1 ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ബാക്കി എലമെന്റ് എല്ലാം സൈൻ ഉൾപ്പെടെ കറക്റ്റ് ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ വന്നതുകൊണ്ട് നമുക്ക് ഉടനെ എന്ത് എഴുതാൻ സാധിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മെട്രിക്സ് എക്സ് so that x into the matrix ആണ് x into matrix 1 2 3 4 5 6 is equal to -7 -8 -9 2 4 6 ആണ്. എന്താണ് ചോദ്യം നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ ഒരു മെട്രിക്സ് ആണ് എക്സാക്ട് എഴുതിയിരിക്കുന്നത്. മറ്റൊരു മെട്രിക്സ് പറഞ്ഞിരിക്കുന്നത് 1 2 3 4 5 6 ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ആൻസർ ഒരു 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു മെട്രിക്സ് ഈ ഒരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് മെട്രിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്പേഴ്സിൻ്റെ ഡിവിഷനൊക്കെ എടുക്കുകയായിരുന്നെങ്കിൽ ഉടനെ തന്നെ നമുക്ക് മെട്രിക്സ് തമ്മിലുള്ള ഡിവൈഡ് ചെയ്ത് എക്സിൻ്റെ ആൻസർ ഇതിനെ ഇതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ മെട്രിക്സിൻ്റെ ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടില്ലാത്തതിനാൽ നമുക്ക് മറ്റ് മെത്തേഡ്സ് എന്താണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇനി ഇവിടെ ഈ ഫസ്റ്റ് മെട്രിക്സ് അതിൻ്റെ ഓർഡറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുക്കുന്നു. ഈ മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ m/n, ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ ഓർഡർ m/n ആണെന്ന് നോക്കാം. ആണെന്ന് വിചാരിക്കുക. ഈ ലെഫ്റ്റ് സൈഡിലുള്ള അടുത്ത മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 2/3 ആണ്. ആൻസറിൻ്റെ ഓർഡർ എത്രയാണ് വന്നിരിക്കുന്നത്? അതും നമുക്ക് 2/3 ആണ് വന്നിരിക്കുന്നത്. 2 റോ 3 കോളമാണ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് എക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ കാണുമ്പോൾ നമുക്കറിയാം ഈ ഇവിടെ വരുന്ന ഈ നമ്പർ ഓഫ് കോളംസ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഓർഡർ ഏകദേശം പിടികിട്ടി. എന്താണ്? ഇവിടെ 2 വന്നതുകൊണ്ട് ഇവിടെ 2 വന്നു. പിന്നെ പ്രോഡക്റ്റിൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഈ രണ്ട് m/3 ആയിരിക്കും 2/3. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ 2ഉം 3ഉം കൂടെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ പറയും ഈ എമ്മിൻ്റെ സ്ഥാനത്ത് 2ഉം 3യുടെ സ്ഥാനത്ത് 3ഉം വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എന്തൊക്കെ പറയാൻ സാധിക്കും? n is equal to 2 and m is also 2. അപ്പോൾ ഈ എക്സിൻ്റെ എക്സ് എന്ന മെട്രിക്സിൻ്റെ ഓർഡർ m/n എന്നെടുത്താൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. therefore നമുക്ക് ഉടനെ പറയാൻ സാധിക്കും x is a 2/2 മെട്രിക്സ്. നമുക്കറിയാം 2/2 മെട്രിക്സ് ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പം ഇവിടെ എക്സ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ABCD എന്ന് വല്ലതും എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് x is equal to 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ABCD ആണ് ഇതിൻ്റെ എലമെൻറ്റ്സ് എന്ന് കരുതുക. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ ABCD ഈ സെക്കൻഡ് മെട്രിക്സോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറായ ഈ റൈറ്റ് സൈഡിലെ മെട്രിക്സ് കിട്ടണം. അപ്പോൾ അങ്ങനെ വരുന്ന എയും ബിയും സിയും ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഗിവൺ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഗിവൺ എക്സ് ഇൻറ്റു മെട്രിക്സ് 1 2 3 4 5 6 സീക്വൽ റൈറ്റ് സൈഡ് നമുക്ക് കിട്ടുന്നത് -7 -8 -9 2 4 6 ആണ്. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? ഈ 2/2 മെട്രിക്സ് ABCD എന്ന് എഴുതി. മറ്റു മെട്രിക്സ് ഒക്കെ അതുപോലെ തന്നെ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ് ആണ് 1 2 3 4 5 6. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് -7 -8 -9 2 4 6 ആണ്. ഇനി ഇതെങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡർ തന്നെയായിരിക്കും. അതെന്താണ്? 2/3 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 2/3 മെട്രിക്സ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ A × 1A + 4B അടുത്ത റോ എടുക്കുന്നു. ഈ ഫസ്റ്റ് റോ തന്നെ സെക്കൻഡ് കോളം എടുക്കുന്നു. 2A + 5B. അടുത്ത എലമെന്റ് എടുക്കുന്നു 3A + 6B. അടുത്തത് ഫസ്റ്റ് റോ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ 3 റോയുടെ 3 എലമെന്റ്സ് ആയി. ഇനി അടുത്ത സെക്കൻഡ് റോ കൊണ്ട് തുടങ്ങാം. C × 1 C + 4D. അടുത്തത് 2C + 5D. അടുത്ത എലമെന്റ് 3C + 6D ആണ്. ഇതാണ് നമുക്ക്
ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. റൈറ്റ് സൈഡിൽ വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് സൈഡിൽ -7 -8 -9 2 4 6 എന്ന് എഴുതും. ഇനി നമുക്ക് ഈ രണ്ട് മെട്രിക്സ് ഈക്വലാണ്. എൻ്റെ രണ്ടിൻ്റെ ഓർഡർ ഈക്വലാണ്. ഓർഡർ ഈക്വലാകുമ്പോൾ ഈക്വലാകുന്ന എപ്പോഴാണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വലാകുമ്പോഴാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഈ എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്ത് എയും ബിയും സിയും ഡിയുടെയും വാല്യൂ കൊടുത്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കുക. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ a+4b അതിൻ്റെ സ്ഥാനത്ത് വരുന്ന അതേ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്ന് പറയുന്നത് -7 ആണ്. അടുത്തത് 2a+5b ആ സ്ഥാനത്ത് വരുന്നത് എന്താണ്? -8 ആണ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്നുമില്ല. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ രണ്ട് വേരിയബിൾ എയും ബിയും ആയതുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇതെങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഇവിടെയും കൂടെ നമുക്ക് 2a ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 1 × 2 എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഡബിൾ എഴുതിയാൽ 2a + 8b = -14. അത് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂ കാണാൻ 3 - 2 എടുക്കാം. 3 - 2 എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3 - 2 എന്ന് പറയുമ്പോൾ 2a - 2a ക്യാൻസൽ ചെയ്താൽ 8b - 5b 3b -14 -8 എന്ന് പറയുമ്പോൾ എന്താണ്? അത് -6 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് -2 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ഒരു വേരിയബിളിൻ്റെ കിട്ടി. ഇനി എയും സിയും ഡിയും കൂടെ കിട്ടിയാൽ മതി. അത് ഫസ്റ്റ് ഇക്വേഷനോട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഗീവ്സ് എന്താ? നമ്മുടെ ഇക്വേഷൻ എന്താ? a+4b = -7 ആണ്. ഇപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമുക്ക് 2 ഇട്ട് കൊടുത്ത് -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ a -8 വരും. 4 × -2 -8 = -7. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ -8 ഇപ്പുറത്ത് വരുമ്പോൾ +8 -7 ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് a = 1. സോ ദ വാല്യൂ ഓഫ് a is 1 and b is equal to -2 ആണ്. ഇനി നമുക്ക് അടുത്ത രണ്ട് എലമെന്റ് എടുക്കാം. സിയും ഡിയും വരുന്ന രണ്ട് എലമെന്റ് എടുക്കാം. c+4d അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 2 ആണ്. അത് ഇക്വേഷൻ 4 നമുക്ക് കൊടുക്കാം. 2c + 5d 2c + 5d is 4. അത് അഞ്ചാമത്തെ ഇക്വേഷൻ ആയിട്ട്. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് സിയും ഡിയും കിട്ടും. ഇവിടെ സോൾവ് ചെയ്യാൻ ഈ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കാൻ വേണ്ടി ഇക്വേഷൻ 4നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 2c + 8d = 4 എന്ന് കിട്ടും. നമുക്ക് ആറാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ഡബിൾ എടുക്കുന്നത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2c + 8d = 2 × 2 4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു 6 - 5 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2c - 2c cancel each other. 8d - 5d means 3d = 0 എന്ന് കിട്ടും. 4 - 4 0. So what is the value of d? d is equal to 0 എന്ന് കിട്ടും. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുക്കാം. ഇക്വേഷൻ 4 gives എന്താ 4 പറയുന്നത്? c + 4d = 2 ആണ്. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് 0 വന്നതുകൊണ്ട് അപ്പോൾ സിയുടെ വാല്യൂ എന്ത് വരും? 2 എന്ന് വരും. സോ ദ വാല്യൂ ഓഫ് a is 1, b is -2, c is 2 and d is equal to 0. Therefore x നമ്മൾ x അങ്ങനെയാണ് എടുത്തിരുന്നത് a b c d എന്നാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? 1. ബിയുടെ സ്ഥാനത്ത് -2, സിയുടെ സ്ഥാനത്ത് നമുക്ക് 2 എന്ന് എടുക്കാം, ഡിയുടെ സ്ഥാനത്ത് 0 എന്ന് എടുക്കാം. അപ്പോൾ ഇതായിരിക്കും നമുക്ക് റിക്വയർഡ് ആയിട്ട് വരുന്ന x എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ആ മെട്രിക്സ് എന്ന് പറയുന്നത് 1 - 2 2 0 ആയിരിക്കും. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഫോർ വാട്ട് വാല്യൂ ഓഫ് സ്മോൾ എക്സ്. ഇവിടെ മെട്രിക്സ് അല്ല, സ്മോൾ എക്സ് ആണ്. എലമെൻ്റ് ആണെന്ന് ഒരു മെട്രിക്സിലെ എലമെൻ്റാണ്, ഈ എലമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന 3 മെട്രിക്സ് ആണ്. മെട്രിക്സ് അവയുടെ പ്രോഡക്റ്റ് 0 ആണെന്നാണ് പറയുന്നത്. 0 മെട്രിക്സ് അറിയാം, നമുക്ക് എല്ലാ എലമെൻറ്റ്സും 0 വരുന്ന ഒരു മെട്രിക്സിനാണ് നമ്മൾ 0 മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഇത് ചെയ്യേണ്ടത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 0 വരത്തക്ക രീതിയിൽ എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിത് ആദ്യം ഈ 2 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് 1 2 1 1 2 0 2 0 1 1 0 2 ഈ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഇത് കണ്ട ഉടനെ നമുക്ക് മനസ്സിലായി ഇത് 1/3 മെട്രിക്സും ഇതെന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻസർ എന്ന് പറയുന്നത് 1/3 മെട്രിക്സ് ആയിരിക്കും.
അപ്പോൾ നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താണ് ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 1 × 1 1 ഒറ്റയടിക്ക് നമുക്കങ്ങ് എഴുതാം, പ്രത്യേകിച്ച് അതിൻ്റെ കാര്യമില്ല. 1 × 1 1 +4 +1 +6 എന്ന് വരും. അടുത്തത് ഇപ്പം 3 എലമെൻ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു എലമെൻറ്റ് കാണും, ഇവിടെ ഒരു എലമെൻറ്റ്, 3 എലമെൻറ്റ് കാണും. 1/3 മെട്രിക്സ് ആയിരിക്കും. അടുത്ത ഇപ്പോൾ ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എടുക്കുക. 1 × 2 2 +0 +2 0 അപ്പം 6 2 എന്ന് വരും. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ്, ഇനി ഒരു എലമെൻറ്റ് കൂടെ ഉള്ളൂ. അത് നമുക്ക് ഫസ്റ്റ് റോ തേർഡ് കോളം നോക്കാം. 1 × 0 0 2 × 1 2 +2 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 6 2 4 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ മെട്രിക്സിൻ്റെ ആൻസർ നമുക്ക് ഒരു 6 2 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? അപ്പോൾ ഈ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി 6 2 4 ആണ്. അപ്പോൾ ഇനി ഈ മെട്രിക്സ് ഇതിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 0 മെട്രിക്സ് കിട്ടുമെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ 1 to 1 121 അല്ല, 121 എന്ന് പറയുന്ന ഒരു 1/3 മെട്രിക്സ് ആണ്. അടുത്തത് 1 to 0 2 0 1 1 0 2 = 0 into 0 to x = 0. ഇതാണ് നമുക്ക് ഗിവൺ തന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടു. അതെന്താണ്? 6 2 4 എന്ന് പറയുന്ന ഒരു 1/3 മെട്രിക്സ് ആണ്. ഇനി ഇതിന് പകരം നമ്മൾ ഇത് എഴുതി, അടുത്ത ഇത് എഴുതാം. 0 to x = 0 എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമുക്ക് എഴുതുമ്പോൾ ഇതിൻ്റെ നമുക്ക് ആദ്യം ഓർഡർ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് 1/3 മെട്രിക്സ് ആണ്. പുറത്തേത് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? 3/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1/1 1/1 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു എലമെൻറ്റ് മാത്രമായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? 6 × 0 0 +2 × 2 4 +4x. ഈ ഒറ്റ എലമെൻ്റ് ഉള്ള 4 + 4x 0 + 4 + 4x എന്ന് പറയുന്ന ഒറ്റ എലമെൻ്റ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടും? 0 എന്ന് കിട്ടും. 4 + 4x അല്ലെങ്കിൽ 4 + 4x = 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 4x = -4 therefore x = -1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. If A is equal to, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If A is equal to 3 1 minus 2, show that A square minus 5A plus 7I = 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ A square minus 5A plus 7I = 0 where A is equal to 3 1 minus 2. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് A സ്ക്വയർ കാണണം. A square minus 5A plus 7I = 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ആദ്യം A സ്ക്വയർ എന്ന് കാണണം. A സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്? A × A ആണ്. A × A എന്ന് പറയുമ്പോൾ എന്താണ്? എയുടെ വാല്യൂ ഇവിടെ 3 1 -1 2 ആണ്. അത് തന്നെ ഒന്നുകൂടെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 3 1 -1 2 ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരാൻ പോകുന്നത്? ഇത് 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും 2/2 മെട്രിക്സ് ആയിരിക്കും. 4 എലമെൻറ്റ്സ് കാണും. എങ്ങനെയൊക്കെയാണ് എലമെൻറ്റ് നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 9 + -1 ഇപ്പോൾ 8 എന്ന് കിട്ടും. 3 × 3 9 + 1 × -1 -1 9 - 1 8 വരും. ഇനി നമുക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം നോക്കാം. 3 × 1 3 + 2 3 + 2 5 ആണ്. അടുത്തത് സെക്കൻഡ് റോ കൊണ്ട് തുടങ്ങാം. 3 -1 × 3 -3 -2 -5 എന്ന് വരും. അടുത്തത് -1 + 4 -1 2 × 2 4 3 എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് A സ്ക്വയറിൻ്റെ വാല്യൂ. ഇതാണ് നമുക്കെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? A സ്ക്വയർ
-5 + 7i ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എ സ്ക്വയറിന് വരും നമുക്ക് ഇത് എഴുതാം. 8 5 - 5 3 -5 ഇൻറ്റു എയുടെ സ്ഥാനത്ത് നമുക്ക് 3 1 -1 2 എന്ന് എഴുതി പ്ലസ് 7i 7 ഇൻറ്റു ഇതെല്ലാം 2/2 മെട്രിക്സ് ആകുമ്പോൾ ഐയുടെയും സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം 1 0 0 1 എന്ന് എഴുതും. അപ്പോൾ ഇതൊന്നുകൂടെ എഴുതിയാൽ 8 5 - 5 3 ഇവിടെ വരാൻ പോകുന്നത് 7 0 0 7 ആയിരിക്കും. കാരണം 7 കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ അത് നമുക്ക് പ്ലസ് ഉള്ളതൊന്ന് അടുപ്പിച്ച് എഴുതാം. 7 0 0 7 മൈനസ് ഇവിടെ 5 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് എല്ലാ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 5 - 5 10 എന്ന് വരും. സീക്വൻസ് നമുക്ക് ഈ രണ്ട് മെട്രിക്സിന്റെ സം ഒറ്റ മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ 8 + 7 15 വരും. 5 + 0 5 എന്ന് വരും. -5 + 0 -5 എന്ന് വരും. 3 + 7 10 എന്ന് കിട്ടും. മൈനസ് ഇവിടെ നമുക്ക് 15 5 - 5 10 എന്ന് വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതേ മെട്രിക്സിൽ നിന്ന് രണ്ടും ഒരേ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഇതെങ്കിൽ എയിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് 0 മെട്രിക്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. എ സ്ക്വയർ - 5a + 7a അതിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടി നമുക്ക് O അല്ലെങ്കിൽ 0 മെട്രിക്സ് എന്ന് നമുക്ക് കിട്ടി. നമുക്ക് അടുത്ത 5ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഫൈൻഡ് x സ്മോൾ x ആണ്. ഇപ്പോൾ എലമെന്റ് ആണെന്ന് മനസ്സിലായി. ഇഫ് x -5 - 1 into 1 0 2 0 2 1 2 0 3 into another matrix x 4 1 equal to 0. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Find x if x -5 1 -1 1 0 2 0 2 1 2 0 3 into matrix x 4 1 is equal to 0 മെട്രിക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മുമ്പ് ചെയ്ത പോലെ ഈ രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ ആദ്യത്തെ നമുക്ക് x -5 -1 അടുത്തത് 1 0 2 0 2 1 2 0 3 ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു 1/3 മെട്രിക്സ് ആണ്. ഇത് 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1/3 ആയിരിക്കും. പറഞ്ഞാൽ ഒരു റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഫസ്റ്റ് റോ കൊണ്ട് നമുക്ക് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ x 0 -2 ഇപ്പം x -2 x -2 ആണ് ആദ്യത്തെ എലമെന്റ്. x -2 ആണ്. ഇനി അടുത്ത എലമെന്റ് നോക്കാം. x × 0 0 -2 ഇൻറ്റു -5 × 2 -10 ഇവിടെ -10 എന്ന് വരും. അടുത്ത മൂന്നാമത്തെ എലമെന്റ് നമ്മൾ ഇവിടെ എഴുതാൻ പോവുകയാണ്. അത് ഫസ്റ്റ് റോ തേർഡ് കോളം എടുക്കാം. 2x -5 -3 എന്ന് വരും. -5 -3 -8 ആണ്. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് x -2 ഫസ്റ്റ് എലമെന്റ് x -2 -10 2x -8 ആണ്. ഇനി അടുത്തത് നമുക്കപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് 0 കിട്ടുമ്പോൾ എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. നോ ഇനിയിപ്പോൾ നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി? ഈ ഒരു മെട്രിക്സിന് പകരം നമ്മൾ ഇത് അങ്ങോട്ട് എഴുതുകയാണ്. x -2 -10 2x -8 ഇൻറ്റു x 4 1 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗിവൺ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്.
അതിൽ ഇത്രയും ക്വാണ്ടിറ്റിക്ക് പകരമാണ് നമ്മൾ ഇത് എഴുതിയത്. അടുത്തത് ഈ ഒരു മെട്രിക്സ് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കിയാൽ ഇതൊരു 1/3 മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു 3/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് പോസിബിൾ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു 1/1 മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് മാത്രമേ ഇതിനകത്ത് കാണുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതെന്താണ് കിട്ടാൻ പോകുന്നത്? x × x - 2 -10 × 4 +2x - 8. ഈ ഒറ്റ എലമെൻറ്റേ കാണത്തുള്ളൂ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു എലമെൻ്റ് ആണ്, ഇത് സെക്കൻഡ് എലമെൻറ്റ്, ഇത് തേർഡ് എലമെൻ്റ് ആണ്. ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x - 2 ഇനി പ്ലസ് -10 × 4 +2x - 8 × 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് നമ്മളെ ഇതിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാം. s² - 2x -40 +2x - 8 = 0. ഒറ്റ എലമെൻ്റേ ഉള്ളൂ, ഇവിടെ ഒരു എലമെൻ്റേ ഉള്ളൂ, 0 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ -2x +2x ക്യാൻസൽ ചെയ്ത് അവസാനം s² - 40 - 8 എന്ന് പറയുമ്പോൾ -48 = 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? s² = 48 എന്ന് കിട്ടി. ദാറ്റ് ഈസ് x = √48. അപ്പോൾ 48 കണ്ടാൽ നമുക്ക് 16 × 3 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 4√3 or -4√3 രണ്ട് വാല്യൂ എക്സിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്നീ 4√3 ആകാം, അല്ലെ -4√3 ആകാം. കാരണം ഇവിടെ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി വന്നതുകൊണ്ടാണ് എക്സിന് രണ്ട് വാല്യൂ വന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If A is equal to alpha, beta, gamma minus alpha, ഇത് വായിക്കുന്നത് ഗാമ എന്നാണ്. ഈ such that A² is equal to I, then നാല് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. I + α² + β ഗാമ = 0. ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് 1 - α² + β ഗാമ = 0. സി പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ I ആണ്. I - α² - β ഗാമ = 0. ഡി പാർട്ട് പറഞ്ഞിരിക്കുന്നത് I + α² - β ഗാമ = 0. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ്സ്: ആൽഫ, ബീറ്റ, ഗാമ മൈനസ് ആൽഫ. ഒരു 2/2 മെട്രിക്സ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന A² വാല്യൂ ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ്. അപ്പോൾ A² = I എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് A² എന്ന് പറയുമ്പോൾ എന്താണ്? A × A ആണ്. A × A എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ആൽഫ, ബീറ്റ, ഗാമ മൈനസ് ആൽഫ. അത് രണ്ട് തവണ നമ്മൾ എഴുതുന്നു. ആൽഫ, ബീറ്റ, ഗാമ മൈനസ് ആൽഫ. ഇത് നമുക്കറിയാം 2/2 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് 2/2 ആയതുകൊണ്ട് നമുക്ക് 2/2 തന്നെയായിട്ട് എഴുതാം. 1 0 0 1 എന്ന് എഴുതാം. ഇവിടുന്ന് ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത്? 2/2 മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ആൽഫ² പ്ലസ് ബീറ്റ ഗാമ. ഒന്നാമത്തെ എലമെന്റ്. 4 എലമെന്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എലമെന്റ് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഈ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. ആൽഫ, ബീറ്റ മൈനസ് ബീറ്റ ഗാമ, ബീറ്റ ആൽഫ. അപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ് റോ എടുക്കാം.
ഗാമ ആൽഫ മൈനസ് ആൽഫ ഗാമ, ഗാമ ആൽഫ മൈനസ് ആൽഫ ഗാമ. ഇനി അടുത്ത ഇവിടുത്തെ എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഗാമ ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് 1001 ആണ്. അപ്പോൾ നമുക്കിവിടെ അല്ലെ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ബീറ്റ ആൽഫ ബീറ്റ മൈനസ് ബീറ്റ ആൽഫ എന്ന് പറയുമ്പോൾ ഇത് 0 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 0 വന്നിരിക്കുന്നത്. ഗാമ ആൽഫ തന്നെയാണ് ആൽഫ ഗാമ എന്ന്, അപ്പോൾ ഇവിടെയും 0 ആയി. അപ്പോൾ എനിക്ക് കമ്പയറിങ് എലമെന്റ്സ് എല്ലാം ഒന്ന് കമ്പയർ ചെയ്താൽ, കമ്പയറിങ് എലമെന്റ്സ് ഈക്വൽ മെട്രിക്സസ് ആയിട്ട് കമ്പയറിങ് എലമെന്റ്സ് എടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു ഇവിടെ എല്ലാം നമുക്ക് 1 ആണ്, ഐ എല്ലാം 1 ആണ് കേട്ടോ, ഇവിടെ എല്ലാം 1 ആണ്, ഇത് 1 ആണ്, ഐ അല്ല. സോറി. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഇവിടെ കമ്പയർ ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. 1001 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഒന്നുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്നാ പറയാൻ സാധിക്കും, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 0 ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ, 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് എത്രാമത്തെ ആൻസർ ആണ്? ആൻസർ സി ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഐ അല്ലായിരുന്നു, ഞാൻ ഇതിൽ ഒന്ന് മിസ്റ്റേക്ക് ആണ്. ഇവിടെ എല്ലാം 1 ആണ്, ഇത് 1 ഇത് 1 ഇത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന സി പാർട്ടാണ്. ആ സി പാർട്ടാണ് നമുക്ക് ഇവിടെ 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ എന്ന് കിട്ടിയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് such that a square is equal to a, then I plus a, ഇവിടെ 1 അല്ല, ഇത് I തന്നെയാണ്, I plus a the whole cube minus 7a is equal to, ഇവിടെ 4 ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. എ ആണോ അതാണോ, I ഇൻറ്റു എ ആണോ അതോ ഐ ആണോ അതോ 3a ആണോ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്കിവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ അത് വന്നിരിക്കുന്നത് എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. such that a square is equal to a എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് എ എഴുതാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ എന്താണ്, ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്, എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം, ഐ ക്യൂബ് പ്ലസ് 3i സ്ക്വയർ ഇൻറ്റു എ പ്ലസ് 3i ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ക്യൂബ്, ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ക്യൂബ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ കഴിഞ്ഞു. മൈനസ് 7a ഇതാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കഴിയും. സീക്വൽ ടു ഇവിടെയാണ്, ഇവിടെ സീക്വൽ ടു ഇടുക. ഐ ക്യൂബിനെ നമുക്ക് ഐ ക്യൂബ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഐ റൈസ് ടു n എപ്പോഴും ഐ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഐ ക്യൂബിനെ നമുക്ക് ഐ ആയിട്ട് അങ്ങ് എഴുതാം. 3i സ്ക്വയറിനെ ഐ ആയിട്ട് എഴുതിയാൽ 3i ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് മൈനസ് 7 എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം ഐ കൊണ്ട് ഏത് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു ഐ ഇസിക്കൽ എ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഐ അതുപോലെ തന്നെ എഴുതുന്നു, 3a എന്നാണ് എഴുതുന്നു. ഇവിടെ 3i കണ്ടാൽ നമ്മൾ അവഗണിച്ചാൽ മതി, എ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് എ ക്യൂബ് മൈനസ് 7 എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ നമ്മൾ നോക്കിയാൽ ഐ ഇത് 3 അതുപോലെ തന്നെ എഴുതി 3 ഇൻറ്റു എ സ്ക്വയർ കാണുന്നിടത്ത് നമുക്ക് എന്ത് എഴുതാം എ എന്ന് എഴുതും പ്ലസ് എ ക്യൂബിനെ നമുക്ക് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. കാരണം എ സ്ക്വയർ ഇൻറ്റു എ ആണ് എ ക്യൂബ് -7 എന്ന് എഴുതും. അതിന് കാരണം എന്താണ്? എ സ്ക്വയർ ഇസിക്കൽ ടു എ എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഈ എ എഴുതിയത്. ഇസിക്കൽ ടു ഐ പ്ലസ് ഇവിടെ നമുക്ക് 3a + 3a 6a എന്നാണ് എഴുതുന്നത് പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ എഴുതി എ ഇൻറ്റു എ എന്ന് വരും -7 എന്ന് വരും. ദാറ്റ് ഈസ് ഐ പ്ലസ് 6a. ദിസ് ഈസ് എ സ്ക്വയർ. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ് -7 എന്ന് വരും. ദാറ്റ് ഈസ് ഐ പ്ലസ് 6a ഇൻറ്റു എ സ്ക്വയർ കാണുന്നത് നമുക്ക് എന്ന് എഴുതാം -7 എന്ന്. ദാറ്റ് ഈസ് ഐ 6a + a എന്ന് പറഞ്ഞാൽ 7a -7 എന്ന് വരും. അപ്പോൾ ഈ 7a 7a ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് അവസാനം എന്താ ആൻസർ വരും? ഐ എന്നാണ് ആൻസർ വരുന്നത്. അതാണ് നമ്മുടെ സി പാർട്ടാണ്. അപ്പം ഇവിടെ ആൻസർ സി പാർട്ടായ ഐ ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.